സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. എൻ്റെ ഹൃദയത്തുടിപ്പുകൾ നിങ്ങളുടെയും ഇന്ന് 5ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പറയുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഹൃദയത്തുടിപ്പുകൾ 1995 എറണാകുളത്തുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അക്കാഡമിക് ഡീനായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അക്കാഡമിക് ഡീൻ മാത്രമല്ല, പബ്ലിക് റിലേഷൻസും ഒരു അഡീഷണൽ ചുമതല ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അസിസ്റ്റൻ്റ് വാർഡൻ വളരെ ഏജ്ഡായിട്ടുള്ള ഒരു ലേഡിയാണ്, അവിവാഹിതയുമാണ്. ഒരു ദിവസം അത്താഴമൊക്കെ കഴിഞ്ഞ ശേഷം അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഉറങ്ങുവാനായിട്ട് പോയതാണ്. പെട്ടെന്ന് തല ചുറ്റി വീണു. എന്നെ വിവരം അറിയിച്ചു. ഞാൻ ആ ക്യാമ്പസിൽ തന്നെയാണ് എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. പെട്ടെന്ന് അവരെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്ന എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, പെട്ടെന്ന് ഇവർക്കൊരു അറ്റാക്ക് ഉണ്ടായതാണ്. നമുക്ക് വേഗം ഇവരെ തീവ്ര പരിചരണ ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ ICUയിൽ അവരെ അഡ്മിറ്റ് ചെയ്തു. അവർക്ക് വേണ്ട എല്ലാ പ്രഥമ ശുശ്രൂഷകളും തുടർന്നുള്ള ശുശ്രൂഷകളും അവിടെ ആരംഭിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, വലിയ പ്രതീക്ഷ വേണ്ട, കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ ബന്ധുക്കൾ, മൂത്ത ഒരു സഹോദരി ആരോഗ്യവകുപ്പിൽ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഒരു സഹോദരൻ തമിഴ്നാട്ടിലെ ഒരു പ്രധാന പട്ടണത്തിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും രാത്രി തന്നെ വിവരം അറിയിച്ചു. അവർ വന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ അടുത്ത ദിവസം തന്നെ എത്താം, നിങ്ങൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം അവർ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ എത്തി. അവരെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞു. കാരണം അവർക്ക് ഒന്നിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ സിവിയറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. അവർ 2 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന ശേഷം അവരുടെ ജോലി സ്ഥലത്തേക്ക് അവർക്ക് മടങ്ങേണ്ടി വന്നു. അവർ മടങ്ങി. അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അറിയിക്കണം, ഈ നിലയിൽ ഞങ്ങളിവിടെ തുടരുന്നതിലും കാര്യമില്ല, ശരി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കാര്യങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ഒരു 12 ദിവസം തുടർന്നു. കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നുമില്ല. 13ാം ദിവസമായപ്പം പെട്ടെന്ന് മെഡിക്കൽ സെൻ്ററിൽ നിന്ന് ഫോൺ കോൾ വന്നു, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തണം, ഈ പേഷ്യൻ്റ് വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്, ഞങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു.
ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ സെൻ്ററിൽ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് ഈ മധ്യവയസ്ക സ്ത്രീ ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരുന്നു. ഞങ്ങൾ അവരുടെ ബന്ധുക്കളെ അന്നേരം തന്നെ അറിയിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ അകലെ ആയതുകൊണ്ട് നാളെ രാവിലെയെങ്കിലും ഞങ്ങളവിടെ എത്തിച്ചേരാം. നിങ്ങളവരുടെ ഫ്യൂണറലിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ഇവരെ പരിചരിച്ചിരുന്ന ഡോക്ടർ ഞങ്ങളോടൊരു നിർദ്ദേശം നൽകിയത്. ഇവരുടെ ബന്ധുക്കളാരും ഇല്ലാത്ത ഒരു സമയത്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെങ്കിലും മരിച്ചത്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളിവരെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ളത് എറണാകുളം ജില്ലാ ആശുപത്രിയാണ്. മെഡിക്കൽ സെൻ്ററിൽ നിന്നൊരു 4 കിലോമീറ്റർ ഇല്ല, 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമേ ഉള്ളൂ. പക്ഷെ നല്ല ട്രാഫിക്കാണ്. ഡോക്ടർ അറിയിച്ചതനുസരിച്ചിട്ട് ഞങ്ങൾ മൃതദേഹം ഒരു ആംബുലൻസിൽ കയറ്റി എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. ഞാനവിടെ പോയി അധികൃതരെ കണ്ടു, കാര്യങ്ങളെ പറഞ്ഞു. മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറെ ഡെത്ത് റിപ്പോർട്ടും മറ്റ് ഒരു ലെറ്ററോട് തന്നായിരുന്നു. ആ ലെറ്ററും കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറല്ലേ, അതിൻ്റെ സാക്ഷ്യപ്പെടുത്തി കത്തൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ പോലീസ് സർജനാണ് എൻ്റെ പ്രധാന ചുമതലക്കാരൻ, അല്ലെങ്കിൽ ഫോറൻസിക് സർജൻ എന്നും പറയും. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് കൊണ്ടുവന്നല്ല, 5 മണി വരെ ഇവിടെ എടുക്കാനാണ്, അല്ലെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള നിയമം അതാണ്. ഞാൻ പറഞ്ഞത് വലിയ പ്രശ്നങ്ങളുള്ള കാര്യമൊന്നുമല്ല, ഇവർ മരിച്ചു, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു, അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇത് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് സത്യത്തിൽ ഏറെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ജോലിക്കാർ. അവരെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ അവരെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു, അവരൊരു 5-6 പേരുണ്ട്, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ മൃതദേഹങ്ങൾ ഡോക്ടർ പറയുന്ന രീതിയിൽ എൻ്റെ തലയോട്ടി വേർപെടുത്തി എടുക്കുന്നതും, ഡോക്ടർ പറയുന്ന നെഞ്ച് പിളരുകയും ഡോക്ടർ പറയുന്ന രീതിയിൽ ആന്തരിക അവയവങ്ങളൊക്കെ എടുത്ത് ഡോക്ടർക്ക് എക്സാമിൻ ചെയ്യാവുന്ന രീതിയിൽ, റിപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവരാണ് എടുത്തു കൊടുക്കേണ്ടത്. ഒരു വളരെ ദുഷ്കരമായൊരു ജോലിയാണ്. അവരൊരു നല്ല തുക ചോദിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൽ അവർ റെസ്റ്റ് ചെയ്യുന്ന അവരുടെ തലവനോട് പറഞ്ഞു, ഞങ്ങൾ ഈ പൈസ ഒരു മരിച്ചൊരാളുടെ ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എന്നാലും ഞങ്ങൾ നന്നായിട്ട് മദ്യപിച്ചാൽ ഈ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ, അതവർ പറയാൻ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര രൂപ പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾ കാര്യങ്ങളെ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ സമയം തീരുകയാണ്. 5 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തി വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ പോലീസ് സർജന് എന്നെ വിളിച്ചു, ഹെഡ് ഓഫീസിലിരുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പേര് പറയരുത്, അത് പിന്നീട് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേര് ഞാൻ പറയും, പറഞ്ഞില്ലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ, കാരണം ഈ സംഭവത്തിൻ്റെ കേന്ദ്രബിന്ദു അദ്ദേഹമാണ്. എന്നെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഈ വൈകിയ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു തരാം, പക്ഷേ അദ്ദേഹം അക്കാലത്ത് ചോദിച്ച ഒരു വലിയ തുക ഭീമമായ സംഖ്യയായിരുന്നു. ഞാൻ പോലീസ് സർജനോട് പറഞ്ഞു, അങ്ങനെ അത്രയും ഭീമമായ ഒരു സംഖ്യ തരേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, ആ പേഷ്യൻറ്റിന് അല്ലെ മരിച്ച വ്യക്തിക്ക് നിങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നാൽ മതി, ഞങ്ങൾക്ക് റിപ്പോർട്ട് മാത്രം കിട്ടിയാൽ മതി. ഇവർ മരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. പോലീസ് നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തുക തരാതെ
ഇന്ന് ഞാൻ ചെയ്യത്തില്ല. നാളെ നിങ്ങൾ വന്നോ, രാവിലെ 8 മണി മുതൽ ഇതിൻ്റെ ടൈമുണ്ട്. ഒരു പൈസ പോലും നിങ്ങൾ തരണ്ട. അസിസ്റ്റ് ചെയ്യുന്നവർക്ക് കൊടുത്ത പൈസ അത് മാത്രം അതിൻ്റെ ആവശ്യം വരുള്ളൂ. താമസിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ പൈസ വാങ്ങുന്നത്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നാളെ മതി. അവിടെ തന്നെ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ വെച്ചു. അസിസ്റ്റ് ചെയ്യുന്നവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നാളെ ഞങ്ങൾ ചെയ്തോളാം. എന്നിട്ട് ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരുമല്ലോ എക്സാമിൻ ചെയ്ത ശേഷം. ശരി, പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ബന്ധുക്കളും എത്തി. മൃതദേഹം ഈ പോലീസ് സർജൻ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ റിപ്പോർട്ട് എഴുതി അതിൻ്റെ ഒരു കോപ്പി അവർ കൊടുക്കുന്നത് ഞങ്ങളുടെ അടുത്തുള്ള പോലീസ് മേധാവിക്കാണ്, കളമശ്ശേരിയിലുള്ളത്. അത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മൃതദേഹം കൊണ്ടുപോയി അന്ന് തന്നെ അടക്കി തിരിച്ചു വന്നപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ മൃതദേഹം അടക്കി, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്പം അപാകതകളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളുമുണ്ട്. അന്നേരമാണ് ഞങ്ങൾ വാസ്തവത്തിൽ ഞെട്ടുന്നത്. അതെന്താണെന്നുള്ളത് പോലീസ് മേധാവി പറഞ്ഞു. അവർ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഈ മരിച്ച വ്യക്തിയുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച പാടുകൾ ഉണ്ട്. 2, ഈ മരിച്ച വ്യക്തിയുടെ വലത് കൈയുടെ മസിലിൻ്റെ ആ ഭാഗം മുതൽ 3 വലിയ കത്തി കൊണ്ട് മുറിച്ച മുറിവുകളുണ്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് മേധാവി പറഞ്ഞു, ഈ പോലീസ് സർജന് അദ്ദേഹത്തെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞായിരിക്കാം, സ്വന്തം പിതാവ് മരിച്ചപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം വന്നപ്പോൾ മറ്റ് സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം ആ റിപ്പോർട്ട് എഴുതിയതെന്ന് പോലീസ് മേധാവി പകുതി തമാശയിലും പകുതി കാര്യത്തിലുമായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഈ പോലീസ് സർജൻ എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് അവർ മീഡിയയ്ക്ക് കൊടുക്കും. മീഡിയയ്ക്ക് കൊടുത്താൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് അത് പോകത്തുള്ളൂ. സമയം സന്ധ്യയായ സമയമാണ്. ഞങ്ങളെല്ലാവരും ഫ്യൂണറൽ കഴിഞ്ഞ് ഒന്ന് മടുത്തിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ